ഡിവോഴ്സ് പെറ്റീഷൻ തയ്യാറാക്കി ഞാനതിൽ ഒപ്പിട്ട് അവന്തികയെ ഏൽപ്പിച്ചിട്ടുണ്ട്. പക്ഷേ അവൾ ഇതുവരെ അതിലൊപ്പിട്ടില്ല. ഒപ്പിടുമോ എന്ന് എനിക്കറിയില്ല. ഇത് പെട്ടെന്ന് തീരുമാനിച്ചതല്ല. എത്രയോ നാളുകളായി ഞാൻ മനസ്സിലാലോചിച്ച് കണക്കുകൂട്ടിയെടുത്ത തീരുമാനമാണ്. ഇതിലിപ്പം എനിക്കെന്താ റോള് നന്ദേട്ടാ? ഞാൻ എന്താ ചെയ്യണ്ടേ? അച്ഛനോട് എനിക്ക് ഈ കാര്യം നേരിട്ട് പറയാൻ പറ്റത്തില്ല. അർച്ചന വേണം അച്ഛനെ കൊണ്ട് സമ്മതിപ്പിക്കാൻ. അച്ഛൻ ഈ വീട്ടിൽ ആരുടെയെങ്കിലും വാക്കുകൾക്ക് ചെവി കൊടുക്കുന്നുണ്ടെങ്കിൽ അത് അർച്ചനയോട് മാത്രമാണ്. നന്ദേട്ടൻ എന്താ ഈ പറയുന്നത്? എൻ്റെ കാര്യങ്ങളൊക്കെ അർച്ചനയ്ക്കറിയില്ലേ? എന്തുകൊണ്ടാണ് ഞാൻ അവന്തികയെ ഇത്രമാത്രം വെറുക്കുന്നതെന്ന് ഏറ്റവും കൂടുതൽ അറിയാവുന്നതും അർച്ചനയ്ക്കല്ലേ? ഈ വീടിനെ ഇതെങ്ങനെ ബാധിക്കുന്നു നന്ദേട്ടൻ ആലോചിച്ചിട്ടുണ്ടോ? എനിക്കിത് എങ്ങനെയാ അച്ഛനോട് പറയാൻ കഴിയുന്നേ? ഇനിയിപ്പം ഞാൻ പറഞ്ഞാൽ തന്നെ അച്ഛൻ ഇതിന് സമ്മതിക്കുന്ന എന്താ ഉറപ്പ്? അച്ഛൻ ഒരിക്കലും ഇതിന് സമ്മതിക്കുമെന്ന് എനിക്ക് തോന്നുന്നില്ല. കഴിഞ്ഞതെല്ലാം മറന്ന് അവന്തികേട്ടത്തിയുമായി സന്തോഷമായി ജീവിക്കണമെന്ന് എനിക്ക് പറയാൻ പറ്റില്ല. കാരണം നന്ദേട്ടൻ അവരെ ദ്രോഹിച്ചത് എത്രയാണെന്ന് എനിക്ക് നല്ലതുപോലെ അറിയാം. അർച്ചന, എൻ്റെ ജീവിതം എനിക്കിപ്പോൾ ഒരു മരവിപ്പ് മാത്രമാണ്. രാവിലെ ഓഫീസിൽ പോകുന്നു, തിരിച്ചു വരുന്നു, ആഹാരം കഴിക്കുന്നു, കിടന്നുറങ്ങുന്നു, പിന്നെ അത് തന്നെ തുടരുന്നു. മറ്റൊന്നും ചെയ്യാനില്ല. ആത്മഹത്യയെക്കുറിച്ച് വരെ ഞാൻ ചിന്തിച്ചിട്ടുണ്ട്. പക്ഷെ അത് ചെയ്യാനുള്ള ധൈര്യം എനിക്കില്ല. ഇങ്ങനെ പോയാൽ ഞാൻ വലിയ ഡിപ്രഷനിലായിപ്പോവും. ചിലപ്പോൾ ഒരു മെൻ്റൽ പേഷ്യൻ്റായിരുന്നു വരും. അതിനു മുമ്പ് എനിക്കിതിൽ നിന്ന് പുറത്ത് കടന്നേ പറ്റൂ. ഇതില്ലാതെ മറ്റൊരു വഴി എൻ്റെ മുന്നിലില്ല. അച്ഛനിപ്പോ റൂമിൽ തനിച്ചായിരിക്കും. ഈശ്വര, ഞാൻ എങ്ങനെയാ അച്ഛനോട് പറയാ? എന്തു പറ്റി അച്ഛന്റെ മുഖം വല്ലാതിരിക്കുന്നത്? ഹേയ്, ഒന്നുമില്ല. എപ്പോഴും മനുഷ്യരുടെ മുഖം ഒരേപോലെ ഇരിക്കില്ലല്ലോ. ചിലപ്പോഴൊക്കെ സന്ദർഭത്തിനനുസരിച്ച് മാറിക്കൊണ്ടിരിക്കും. അതിന് അച്ഛന്റെ മൂഡ് മാറാനുള്ള ഒരു സന്ദർഭവും ഇവിടെ ഉണ്ടായിട്ടില്ലല്ലോ. പിന്നെന്തിനാ അച്ഛൻ നിരാശനായിട്ടിരിക്കുന്നത്? ഇവളത് അച്ഛനോട് പോയി പറയാൻ തന്നെയായിരിക്കും പ്ലാൻ. എങ്ങനെയെങ്കിലും തടഞ്ഞേ പറ്റും. ആഗ്രഹങ്ങളെല്ലാം സാധിച്ചു മരിച്ച ഏതെങ്കിലും ഒരു മനുഷ്യൻ ഈ ലോകത്തുണ്ടോ? മരിക്കാൻ കിടക്കുന്ന അവസാനത്തെ നിമിഷത്തിലും മനുഷ്യൻ പുതിയ എന്തെങ്കിലും ഒന്നിനെക്കുറിച്ച് ആഗ്രഹിക്കും. അപ്പൊ പിന്നെ എന്നെപ്പോലുള്ള മനുഷ്യരുടെ കാര്യം പറയണോ? എനിക്ക് അച്ഛനോടൊരു കാര്യം പറയാനുണ്ട്. എന്താ? അത് പിന്നെ ഞാൻ പറയുന്നത് സമാധാനത്തോടെ കേൾക്കണം അച്ഛൻ. സമാധാനം കേൾക്കാൻ നല്ല വാക്കാ. പക്ഷേ ഈ ലോകത്തെ എല്ലാ മനുഷ്യനും അന്വേഷിക്കുന്നതും സമാധാനമാണ്. എന്തെങ്കിലും ഒരു സീരിയസ് മാറ്റർ ആണെങ്കിൽ മാത്രമേ സംസാരിക്കുമ്പോൾ നിനക്ക് ഇങ്ങനൊരു മുഖവുര വേണ്ടിവരികയുള്ളൂ. പറയ്, എന്താ നിനക്ക് പറയാനുള്ള സീരിയസ് കാര്യം?
കരയില്ലടാ. ഷോ ഓ ഓ, ഇങ്ങനെ കരയുന്നേ. അമ്മ എവിടെ ഉണ്ട്, അമ്മ എവിടെ ഉണ്ട്? ഓ ഓ ആ അർച്ചനെ, ഞാൻ മുറിയുടെ അടുത്തൂടെ വന്നപ്പോഴേ കുഞ്ഞു വല്ലാതെ കരയുന്നു. ഞാൻ എടുത്തിട്ട് കരച്ചിൽ നിർത്തിയില്ല, അതെങ്ങനെ എടുത്തോണ്ട് വന്നേ. ഇനി കണ്ണടച്ച് അതിങ്ങനെ ചവച്ചർക്ക്. ആ എങ്ങനെയുണ്ട്? സൂപ്പർ, കൊള്ളാം. ആ, ഇനിയും വേണം. ഇനിയും വേണം? തരാലോ. ആ, ഉം. അവന്റെ ഒരു പ്രേമം കണ്ടില്ലേ, അതിനൊത്ത് തുള്ളാൻ അവളും. മാങ്ങ തെറ്റിക്കാൻ നടക്കുന്നു. എല്ലാം ഞാൻ ശരിയാക്കി തരുന്നുണ്ട്. ധനുഷൻ, ഉം? ഇനി എനിക്ക് വേറൊരു ആഗ്രഹം കൂടെ ഉണ്ട്. എന്താഗ്രഹം ഉണ്ടെങ്കിലും പറഞ്ഞോ, ഞാൻ നടത്തി തരാം. ഗർഭിണികൾ എന്താഗ്രഹിച്ചാലും അത് സാധിച്ചു കൊടുക്കണമെന്നാ പറയുന്നേ. അതുകൊണ്ട് പറ, ഇനി നിനക്ക് എന്ത് വേണം? എനിക്ക് ആ, നിനക്ക് എനിക്ക് സ്വാമീസ് ഹോട്ടലിൽ ഒരു മസാല ദോശ വേണം. അയ്യോ, അത് പാഴ്സൽ വാങ്ങിക്കൊണ്ടുവന്നാ പോരാ. പിന്നെ നമ്മൾ അവിടെ പോയിട്ട് ഒരുമിച്ചിരുന്ന് കഴിക്കണം. പിന്നെന്താ, നമുക്കിന്ന് വൈകിട്ട് തന്നെ പോവാം. അവളുടെ ഒരു കൊതി തീർത്ത് തരുന്നുണ്ട് ഞാൻ. നിന്റെ ഈ ഗർഭം അത് ഞാൻ കലക്ക് സ്നേഹ. ഈ കുഞ്ഞിനെ പ്രസവിക്കാൻ നിന്നെ ഞാൻ സമ്മതിക്കില്ല. ഇതിന് നിനക്കൊക്കെ ഞാൻ മറുപടി തരുന്നുണ്ട്. എല്ലാം ഞാൻ നിർത്തി തരാം.